ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ FI ആണ് വണ്ടി, ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ. നിലവിലത് ജനറൽ സർവീസും അതേപോലെ തന്നെ വണ്ടിയുടെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കൂടി അയച്ചതാണ് കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അത് ടൈറ്റ് ചെയ്യാം. ടയറൊക്കെ ബാക്ക് ടയറൊക്കെ കണ്ടീഷനാണ് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്ക് ഷോക്ക് അബ്സറിൻ്റെ ആയാലും വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ബാക്ക് സൈഡ് ഈ സൈഡിലത്തെ ഷോക്ക് അബ്സറിൻ്റെ ഇവിടെ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒന്നും ചെയ്യേണ്ട, നമുക്കത് ഷോക്ക് അബ്സർ കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഈ ലീക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കംപ്ലൈൻറ്റ് ജനറേഷൻ തുടങ്ങിയാണ്, അതായത് കംപ്ലൈൻറ്റ് ആയി തുടങ്ങിയേക്കണതാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് മേജറായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് സൈഡൊക്കെ തെറിപ്പും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ അവിടെ ആ സൈഡ് ഓയിലേക്ക് കൂടുതലായിട്ടൊക്കെ വരുന്ന സമയത്ത് മാറ്റിയാൽ മതി. കുറേ കൂടി ഉപയോഗിക്കാം, നമുക്ക് മാക്സിമം ആയിട്ട് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മൾ എയർ ഫിൽറ്റർ നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്, കാരണം നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ രീതികൾ ചെയ്യുന്ന കൂട്ടത്തിലൂടെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ നമ്മൾ കൂട്ടത്തിലൂടെ മാറ്റി പോകും. പിന്നെ അതിൻ്റെ ഈ കാർബേറ്ററിൻ്റെ ത്രോട്ടിൽ ബോഡിയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും കൂട്ടത്തിലൂടെ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, കാളിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് ചേഞ്ച് ചെയ്യുക, അത് റീസെറ്റ്, അതുള്ളൂ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്തിരുന്നതാണ്, പ്രോബ്ലം ഇല്ല. ടയറും ഫ്രണ്ട് കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാനുള്ളതുണ്ട് കേട്ടോ. പിന്നെ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2022 മോഡൽ ബാറ്ററിയാണ് ഇന്ന് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തുന്നുണ്ട്, എന്താണ് നമ്മുടെ ബാറ്ററിയുടെ അവസ്ഥ എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ടിന് മുകളിലുണ്ട്, 13.11 ആ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 2022 മോഡലാണ് ഇരിക്കണേ. ആമറോണിൻ്റെ 12 വോൾട്ടും 4 ആംപിയർ വരുന്ന ബാറ്ററി. പിന്നെ നമ്മളതിൻ്റെ ഓയിൽ കത്തിപ്പോണ്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഭാഗം സിലിണ്ടർ ഹെഡിൻ്റെ പോർഷൻ അഴിച്ചായിരുന്നു. അപ്പോൾ ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പ്രശ്നമാണ്, ഡാമേജ്. സിലിണ്ടറിൻ്റെയൊക്കെ ഈ അടിഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ വന്നിരിക്കണേ കാണണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് സിലിണ്ടർ കിറ്റപ്പാടി മാറ്റണം. നമ്മൾ ഐറ്റം ഓർഡറിലേക്ക് വിട്ടിട്ടുണ്ട്, ഇന്ന് കിട്ടും നമുക്ക് ഐറ്റം അവൈലബിൾ ആകും. ഇത് ഈ മുകളിലൊക്കെ നോക്കുമ്പോൾ മുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, എന്നാൽ മേജറായിട്ട് ഉള്ള രീതിയിലുള്ള ഓയിൽ കത്തലല്ല, മൈന്യൂട്ടായിട്ട് കത്തി ലെവൽ കുറഞ്ഞു പോവുക, അത് അതിൻ്റെ ആരംഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈയോടെ ഇത് ചെയ്തു പോകാൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. ഇതാ കാണുന്ന ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട്, ഇത് അടിഭാഗം. അപ്പോൾ സിലിണ്ടർ എന്തെങ്കിലും നമ്മൾ മാറ്റി, സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക. അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടത്തിലൂടെ മാറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ ഈ വാൽവ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വാൽവ് ലീക്ക് ഉണ്ട്. അപ്പോൾ വാൽവ് മാറ്റി അത് ലേത്തി കൊടുത്തിട്ട് സീറ്റ് ചെയ്ത് കിടക്കണം നമുക്ക് കേട്ടോ. അതിൻ്റെ ഒരു താമസമാണ് മെയിനായിട്ട് വരാം. ഇന്ന് ഐറ്റം പൊക്കോളും, നാളത്തേക്ക് എന്തെങ്കിലും സീറ്റിങ് കഴിഞ്ഞ് റെഡിയായി കിട്ടും. അപ്പോൾ നാളെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ മറ്റന്നാളത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ലെയ്ത്ത് വർക്ക് പറഞ്ഞ കേസ്. ലെയ്ത്ത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് മാറ്റി പുതിയതാണ് ഇടുന്നത്. പിന്നെ അത് വാൽവ് സീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാൽവ് ഗൈഡിന് പ്ലേ ഉണ്ടെങ്കിൽ ആ വാൽവ് ഗൈഡ് കൂടി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ലെയ്ത്തിലേക്ക് കൊടുക്കുന്നത്. കാരണം അത് ഈ വാൽവ് എക്സോസ്റ്റ് വാൽവ് ലീക്കാണ്. ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ചെറുതായിട്ട് ലീക്ക് ഉണ്ട്, അത് നമുക്ക് മൈലേജിനൊക്കെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്തായാലും അഴിക്കണ കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്താണ് കയറ്റുള്ളൂ. പിന്നെ എൻജിൻ പിസ്റ്റൺ നമ്മൾ പിടിപ്പിക്കുന്നത് ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഇവിടെ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മേജറായിട്ടുള്ള പ്രശ്നമൊന്നും പറയാനുമില്ല. ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്, ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് നമുക്ക് ഈ സൈഡ് ഷെയ്ക്ക് അല്ല പ്രശ്നം, ഈ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഷെയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് മൈന്യൂട്ടായിട്ടുള്ളൂ, അത് വേറെ പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല. അതല്ലെങ്കിൽ പിന്നെ അത് ഇത് അഴിച്ചാൽ ഫുള്ളായിട്ട് എൻജിൻ അഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വന്നത്, അത് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. തിരക്കിയാണ്. നമുക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴേലും അങ്ങനെ വേറെ സൗണ്ട്, വേറെ മേജറായിട്ടുള്ള സൗണ്ട്, ഒരു മുഴക്ക സൗണ്ട് ഉണ്ട്, അത് പിസ്റ്റൺ തേയ്മാനത്തിൻ്റെ സൗണ്ട് ഉണ്ട് മെയിനായിട്ട്. ബെയറിങ്ങിൻ്റെ അങ്ങനെ സൗണ്ട് ഇപ്പം നിലവിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലിണ്ടർ, പിസ്റ്റൺ, ഹെഡ് ഭാഗം അത്രയും ഭാഗമാണ് ചെയ്യണേ. എൻജിൻ വർക്കായിട്ടല്ല, സിലിണ്ടറിൻ്റെ ഫയറിങ് പോർഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എൻജിൻ വർക്ക് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് സെറ്റ് ചെയ്യുന്നതിനാണ് എൻജിൻ വർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും ഹാഫ് എൻജിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻജിൻ്റെ ഫയറിങ് പോർഷനാണ്, ഫയറിങ് ചേമ്പർ വരുന്ന സിലിണ്ടർ പിസ്റ്റൺ കംപ്രഷൻ വരുന്ന കംപ്രസ് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്യുകയും പാർട്സ് ഡാമേജുള്ള പാർട്സ് മാറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അത് ലെയ്ത്ത് വർക്ക് കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ, എന്നിട്ടാണ് വാട്സപ്പിലേക്ക് ഇടുള്ളൂ. നാളത്തേക്കൊക്കെ ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് നാളെ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നേക്കാം കേട്ടോ.
ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഞാനപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും ബാക്കിയത്തെ ഐറ്റംസും കൂടി വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം.